കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു സ്കൂളിനെ കുറിച്ച് പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ആ സ്കൂളിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാമല്ലോ അല്ലേ. പഴയ റെയിൽവേ സ്റ്റേഷൻ വിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ മുൻപിലോട്ട് പോകുന്ന ഈ റോഡ് അവസാനിക്കുന്നത് പഴയ ബ്രിട്ടീഷുകാർ നിർമ്മിച്ചിട്ടുള്ള മഞ്ചേശ്വരം എന്ന ഭാഗത്തേക്ക് പോകുന്ന രാജപാതയിലേക്കാണ്. പഴയ ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായിരുന്ന രാജപാതയാണ്. റെയിൽവേ സ്റ്റേഷന് മുന്നിലൂടെ റോഡ് വന്നപ്പോൾ ഈ ഒരു റോഡ്, പടിഞ്ഞാറ് വശത്തുള്ള ഈ റോഡ് പഴയ പ്രതാപത്തിൻ്റെ അടുത്തൊന്നും എത്താതെ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ബ്രിട്ടീഷ് രാജപാതയുടെ സൈഡിൽ കൂടെ നടക്കുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ആൽമരങ്ങളൊക്കെ ഇഷ്ടംപോലെയുള്ള നല്ല ഒരു റോഡാണ്. ഇതിൻ്റെ പ്രാധാന്യം നശിച്ചുപോയ റോഡാണെങ്കിലും ഇതിലൂടെ വരുമ്പോൾ നമുക്കൊരു പഴയൊരു പടിപ്പുരയുള്ളൊരു വീടുണ്ട്. എപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുള്ള വീടാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വീട് ഈ ഒരു റോഡിൻ്റെ സൈഡിലുണ്ട്. വളരെ പുരാതനമായിട്ടുള്ളൊരു വീട്. അതുപോലെ ഈ പഴയ റോഡിനരികിലുള്ള ഒരു സ്ഥാപനമാണ് മഹാകവി ഗോവിന്ദപ്പൈ സാംസ്കാരിക കേന്ദ്രം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വീട് നിലനിന്നിരുന്ന സ്ഥലത്തിൻ്റെ ഭാഗം തന്നെയാണ് ഈ ഒരു ഓഡിറ്റോറിയം പണി കഴിപ്പിച്ച് സർക്കാർ ആ ഓർമ്മകളൊക്കെ നിലനിർത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വീട് ഇന്നിരിക്കുന്നൊരു വീഡിയോ കൂടി ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരേക്കാണ്. അദ്ദേഹത്തിൻ്റെ വീടിരിക്കുന്ന ഭാഗമാണ് ഇപ്പോൾ ഞാൻ ആ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാട്ടി തന്നിരിക്കുന്നത്. ഇതും ഈ റോഡിൻ്റെ അരികെ തന്നെയുള്ളത്. അതുപോലെ തന്നെ മഞ്ചേശ്വരം ഗവൺമെൻറ് കോളേജ് ആദ്യം നിലനിന്നിരുന്ന ഭാഗവും ഏകദേശം ഈ ഒരു സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ ഈ ഭാഗങ്ങളിലായിട്ട് വരും എന്നാണ് പറയപ്പെടുന്നത്. പിന്നീടാണ് ഇവിടെയുള്ള ഗവൺമെൻറ് കോളേജ് ഗോവിന്ദപ്പൈ മെമ്മോറിയൽ ഗവൺമെൻറ് കോളേജ് എന്നറിയപ്പെടുന്ന മഞ്ചേശ്വരം ഗവൺമെൻറ് കോളേജ് ഇപ്പോൾ ഇരിക്കുന്ന റെയിൽവേ സ്റ്റേഷന് മുൻഭാഗത്തേക്ക് മാറ്റപ്പെടുന്നത്. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന സ്കൂളും 1980 നിർമ്മിച്ചതാണ്. അതുപോലെ തന്നെ 1980 തന്നെയാണ് ഈ ഒരു മഞ്ചേശ്വരം എന്ന സാംസ്കാരിക സ്ഥലത്തുള്ള ഗവൺമെൻറ് കോളേജും സ്ഥാപിക്കപ്പെട്ടത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടും ഒരേ വർഷം തന്നെയാണ് നിർമ്മാണം തുടങ്ങിയിട്ട് ഇന്നീ കാണുന്ന പുരോഗതിയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ കന്നഡ നാട്ടിലൊക്കെ ഈ പറയുന്ന ഗോവിന്ദപ്പൈ എന്ന് പറയുന്ന വിഖ്യാതനായിട്ടുള്ള ഈ കവിയുടെ പ്രശസ്തി വളരെ കൂടുതലാണ്. പക്ഷേ കേരളത്തിൽ എത്രത്തോളം ഈ ഒരു കവി അറിയപ്പെടുന്നുണ്ടെന്നുള്ളത് നമുക്കറിയില്ല. കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള ഗോവിന്ദപ്പൈ മെമ്മോറിയൽ ഗവൺമെൻറ് കോളേജ് നിൽക്കുന്നതിൻ്റെ പണ്ടുണ്ടായിരുന്ന സ്ഥലമാണ്. അത് പൊളിച്ചു വേറെ സ്ഥലത്തേക്ക് റീപ്ലേസ് ചെയ്തു കോളേജ് സ്ഥാപിച്ചെങ്കിലും അതിനടുത്തുള്ള മനോഹരമായിട്ടുള്ള ഒരു ബീച്ച്, മഞ്ചേശ്വരം ബീച്ചിലേക്ക് പോകുന്ന ഒരു റോഡാണത്. അതുപോലെ തന്നെ ഈ ഭാഗങ്ങളൊരു പ്രധാനപ്പെട്ട ചർച്ച് നമുക്ക് കാണാൻ പറ്റും. അതുകൂടി ഈ ഒരു പഴയ ബ്രിട്ടീഷ് രാജപാതയ്ക്ക് അരികിലുള്ള പറയപ്പെടേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതിനകത്ത് നമുക്ക് സ്കൂളിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോ എടുക്കാൻ ഉദ്ദേശിച്ചെങ്കിലും നമ്മൾ പിന്നെ ആ ഒരു വീഡിയോ സ്കൂളിലേക്ക് പോകുന്ന വഴികളിലുള്ള സ്മാരകങ്ങളും കൂടി എടുക്കാൻ തീരുമാനിച്ച് അങ്ങനെ നീട്ടിയതാണ്. അവർ ലേഡി ഓഫ് മേഴ്സി ചർച്ചാണ്. ചർച്ചിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇതും ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആരാധനാ കേന്ദ്രം നമ്മുടെ ഈ ബ്രിട്ടീഷ് രാജപാതയ്ക്ക് അരികിലുണ്ട്. ഒരുപക്ഷെ ബ്രിട്ടീഷുകാരാൽ നിർമ്മിക്കപ്പെട്ടതാകാനും സാധ്യതയുണ്ട് ഈ ചർച്ച്. ഗുരു നിത്യാനന്ദ സ്വാമികളുടെ ഒരു സ്മാരകം നമ്മുടെ പഴയ ഈ ബ്രിട്ടീഷ് രാജപാതയ്ക്ക് അരികിലുണ്ട്. അതുകൂടി പറയുന്നത് ഞാനിവിടുന്ന് പോവുകയാണെങ്കിൽ ഭയങ്കര വിഷമമായി പോകും. അതുകൊണ്ടാണ് സ്വാമികളുടെ സ്മാരകത്തിനെ കുറിച്ച് പറയുന്നത്. സ്വാമി മുജുകുന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ചെന്നും അവിടുന്ന് വന്നിട്ട ശേഷം നമ്മുടെ ഈ ഒസങ്കടി വന്ന് മഞ്ചേശ്വരം ഭാഗത്ത് ഈ ഒരു ഭാഗത്ത് ഇരുന്നെന്നും അദ്ദേഹത്തിന് ഈ ഭാഗത്ത് വെച്ചിട്ട് എല്ലാം വെള്ളമടിച്ച് ജനങ്ങൾ ഒരുപാട് ഉപദ്രവിച്ചെന്നൊക്കെ പറയപ്പെടുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട്.
അന്നത്തെ ആ ഒരു കാലം. പക്ഷെ അദ്ദേഹത്തിന് നേരെ എറിഞ്ഞ കല്ലുകളൊക്കെ പുഷ്പങ്ങളായി അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് വീണുവെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നിത്യാനന്ദ സ്വാമികളുടെ ഈ ഒരു സ്മാരകം ഞാൻ നിങ്ങൾക്കായിട്ട് കാണിക്കുകയാണ്. നേരത്തെ കണ്ട ഗുരു നിത്യാനന്ദ സ്വാമികളുടെ ആ ഒരു ഇരിക്കുന്ന ഭാഗത്തിൻ്റെ അവിടെയുള്ള ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാട്ടിയല്ലോ. അദ്ദേഹത്തിൻ്റെ ആശ്രമമാണ്, മഞ്ചേശ്വരം ഭാഗത്തുള്ള ആശ്രമമാണിത്. അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൻ്റെ ഒരു ഭാഗം ഇപ്പോൾ പുതിയ സ്ഥലമെടുത്തിട്ട് ഇവിടേക്കൊരു പുതിയൊരു ആശ്രമം തയ്യാറാക്കാൻ വേണ്ടി പോകുന്നുണ്ട്. എപ്പോൾ പണി തീരുന്നു പറയാൻ പറ്റില്ല നമുക്ക്. എന്നിരുന്നാലും ഗുരു നിത്യാനന്ദ സ്വാമികളുടെ ഈ ഒരു മഠം എന്ന് തന്നെ പറയാം, അത് നമ്മൾ എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് ഇവിടെ റെക്കോർഡ് ചെയ്തിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഇതിന് മുൻപിലുള്ളൊരു പഴയ വീട്. ആ പഴയ വീട് ഒരുപാട് വർഷത്തെ സാംസ്കാരികമായിട്ട് നമ്മുടെ ഈ ഒരു രാജപാതക്കരിയിൽ നിന്നിരുന്ന വീട് തന്നെയാണ്. ഇതിൽ കുറേ ആളുകൾ ഇപ്പോൾ കർണാടക ഭാഗത്തേക്കൊക്കെ കുടിയേറിയെങ്കിലും ഈ തറവാട് വീട് ഇവിടെ തന്നെയുണ്ട്. വളരെ നീളം കൂടിയിട്ടുള്ള തറവാട് ഭാഗമാണ്. ഇതിൻ്റെ ഫ്രണ്ട് മാത്രമാണ് ഞാൻ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ഈ വീടിരിക്കുന്നത് അനന്തേശ്വരം ക്ഷേത്രത്തിൻ്റെ നേരെ മുൻപിലാണ്. അനന്തേശ്വരം ക്ഷേത്രം ആ ഭാഗത്ത് വരുന്നുണ്ട്. ഈ റോഡരികിൽ 1917 ഹോട്ടലാണിത്. വർഷങ്ങൾ പഴക്കമുള്ള ഒരു ഹോട്ടൽ തന്നെ പറയാം അതിനെ. അപ്പോൾ അതും കൂടി എല്ലാവരും കണ്ടോട്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഭാഗത്തിന് സ്കൂളിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണെങ്കിലും ഒരു ഭാഗത്ത് ഉൾക്കൊള്ളുകയാണ്. നമ്മുടെ ഈ രാജപാതക്കരികിൽ തന്നെയാണ് ഈ പഴയ ഒരു ഗൗഡ സാരസ്വത ബ്രാഹ്മൺസിൻ്റെ ക്ഷേത്രമുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണം കൊണ്ടുള്ള പ്രതിമ ഇവിടെയാണെന്നാണ് പറയപ്പെടുന്നത്. അതും നമ്മുടെ ഈ ഒരു റോഡിൻ്റെ ഈ പഴയ രാജപാതയുടെ സൈഡിൽ കിടക്കുന്ന ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രമാണിത്. ഏറ്റവും കൂടുതൽ സാമ്പത്തികമായിട്ട് ധനവരവ് ഉള്ള ക്ഷേത്രവും ഒന്ന് ഇതാണ്. അതുപോലെ പ്രതിമ വിഷ്ണു, ശിവ, നാഗർ 3 പേരുള്ള ചേർന്ന് നിൽക്കുന്ന പ്രതിമ സ്വർണ്ണം കൊണ്ടുള്ളത് ഏറ്റവും വലുതും ഇത് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ പഴയ മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനും ഈ രാജപാതയുടെ അരികിൽ തന്നെയാണുള്ളത്. ശ്രീമദ് അനന്തേശ്വരം ക്ഷേത്രം എന്ന് പേര് കേട്ട ഈ ക്ഷേത്രം 18-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടതാണെന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഗൗഡ സാരസ്വത ബ്രാഹ്മൺസ് തന്നെയാണ് ഇപ്പോഴും ഇതിൻ്റെ അധികാരങ്ങളൊക്കെ കൈയാളി ഭരണം നടത്തുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ മുൻപിൽ പഴയ വീടുകൾ, ഒരുപാട് പഴയ വീടുകളുണ്ട്. മിക്കതിലും ആളുകൾ താമസമൊന്നുമില്ല. അതുപോലെ ക്ഷേത്രം ഒരുപാട് സ്ഥലങ്ങൾ ക്ഷേത്രത്തിൻ്റെ വകയായിട്ട് ഇവിടെയുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ രഥോത്സവം നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ക്ഷേത്രം. ആ രഥം വെച്ചിരിക്കുന്ന ഭാഗമാണ് അപ്പോൾ ആ കാണുന്നത്. നിങ്ങൾ ആ കാണുന്ന ഭാഗം, ആ രഥം അവിടെ വെച്ചിരിക്കുന്ന, പൂട്ടി വെച്ചിരിക്കുന്ന ഭാഗമാണ്. അപ്പോൾ നമ്മൾ സ്കൂളിനെ കുറിച്ച് കൂടുതൽ പറയാനുള്ളത് കൊണ്ട് തന്നെ ഈ അനന്തമത് ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് തിരിച്ച് സ്കൂളിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. നമ്മളിപ്പോൾ മഞ്ചേശ്വരം പാലത്തിൻ്റെ അടുത്തേക്ക് അങ്ങനെ കയറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇവിടെ ഒരു പഴയ ബ്രിട്ടീഷുകാരുടെ ഒരു പഴയ പാലമുണ്ട് തകർന്ന് കിടക്കുന്നത്. അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് കാട്ടിത്തരാം. അതുപോലെ തന്നെ ആ പാലത്തിന് തൊട്ട് മുൻപ് എത്തുന്ന സൈഡിൽ നമ്മുടെ റോഡിൻ്റെ ടേണിങ്ങിൽ തന്നെ ഒരു പുരാതനമായ ക്ഷേത്രവും ഇവിടെയുണ്ട്. ഞാനിപ്പോൾ ബങ്കറ മഞ്ചേശ്വരം പാലത്തിൻ്റെ മുകളിലാണ്. പുഴയൊക്കെ കലങ്ങി ചുവന്ന കളറിലുള്ള വെള്ളമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നല്ല മഴയായിരുന്നല്ലോ കഴിഞ്ഞ 2-3 ദിവസമായിട്ട്. അതുപോലെ തന്നെ പഴയ ബ്രിട്ടീഷുകാരുടെ രാജപാത പണ്ട് കടന്നുപോയിരുന്ന ഭാഗങ്ങളിലുള്ള ഒരു പഴയ ബ്രിട്ടീഷ് ബ്രിഡ്ജാണ് ഈ കാണുന്നത്. അതിപ്പോൾ ഇവിടം വരെ ഉണ്ട്, കുറച്ചവിടെ തകർന്നു പോയി. പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ട് കാട് പിടിച്ച് കിടക്കുക. അപ്പോൾ ഇവിടെ ബങ്കറ മഞ്ചേശ്വരം പാലത്തിൻ്റെ അവിടെ നിന്ന് വിദൂരമായിട്ട് നോക്കിയാൽ നമുക്കറിയാം ബോട്ടുകളൊക്കെ ഉണ്ട് അവിടെ. ആ ബോട്ട് നിൽക്കുന്നതിൻ്റെ പിറകിലായിട്ട് കടലുണ്ട്. ആ ബങ്കറ മഞ്ചേശ്വരം പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു മഴക്കാലത്തുള്ള വ്യൂ കൂടിയാണിത്. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, നല്ല ചുവന്ന കളറിൽ വെള്ളം ഒലിച്ച് പാലത്തിനടിയിൽ കൂടെ തന്നെ പോകുന്നുണ്ട്. പഴയ ബ്രിട്ടീഷുകാരുടെ പാലവും അതിൻ്റെ പശ്ചാത്തലത്തിൽ കാണാം. പഴയ ബ്രിട്ടീഷ് രാജപാതയുടെ പഴയകാല പ്രതാപം എങ്ങനെയുണ്ടാവും എന്നുള്ളത് എല്ലാവരും ഒന്ന് ഓർമ്മിച്ച് നോക്കുക. പഴയ തരത്തിലുള്ള പീടിമുറികളാട്ടോ, പറഞ്ഞല്ലോ പഴയ രാജപാതയുടെ അരികിലുള്ള ഒരുപാട് പഴയ വീടുകൾ, അതുപോലെ പഴയ തരത്തിലുള്ള പീടിമുറി, ഒരുപാട് തകർന്ന അമ്പലങ്ങൾ, ഒരുപാട് തകർന്ന തറവാടുകൾ, പഴയകാല പ്രതാപം നഷ്ടപ്പെട്ടു പോയപ്പോൾ ബസ് വരെ, അതുപോലെ പോസ്റ്റ് ഓഫീസ്, അതുപോലെ തന്നെ നമ്മുടെ ബാങ്ക് ബ്രാഞ്ചുകൾ വരെ ഈ റോഡിൽ നിന്ന് ഇല്ലാണ്ടായിപ്പോയി.
പഴയ തറവാട് വീടുകളാണ് ഇതൊക്കെ കാണുന്നത്. ഇതൊക്കെ അതിൻ്റെ സൈഡിലുള്ള പഴയ വീടുകളാണ്. ഇത് മെയിൻ ഗേറ്റാണ് ഒരു പഴയ തറവാടിൻ്റെ. അതിൻ്റെ ഉള്ളിലേക്ക് വീടുണ്ട്. അത്തരം പഴയ വീടുകളൊക്കെ ഈ രാജപാതയുടെ സൈഡിലുണ്ട് എന്നുള്ളതാണ്. കുറേ വീടുകളുണ്ടോ പൊളിഞ്ഞു കിടക്കുന്നത്. ഇതൊക്കെ പഴയ അന്നത്തെ പ്രതാപ കാലഘട്ടത്തിലൂടെ കടന്നുപോയ ഒരു ജനത താമസിച്ചിരുന്ന സ്ഥലം തന്നെയാണ് പഴയ ഓൾഡ് മഞ്ചേശ്വരം റോഡ് എന്നുള്ളത്. ഒരുപാട് ക്ഷേത്രങ്ങളുടെ നടുവിൽ നിൽക്കുന്ന ഒരു സ്കൂള്, അതുപോലെ തന്നെ ഗവൺമെൻറ് സ്കൂള് ആണെങ്കിലും എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തി കൊടുത്തിരിക്കുന്ന ഒരു സ്കൂള്. അതിനെക്കുറിച്ചാണ് ഞാൻ പറയാനായിട്ട് ഈ വീഡിയോ പ്രധാനമായിട്ടും എടുത്തിരിക്കുന്നത്. പക്ഷേ അങ്ങോട്ട് പോകുന്ന വഴിയിൽ, ട്രെയിൻ ഇറങ്ങിയിട്ട് പോകുന്ന വഴിയിൽ കാണുന്ന ഒരുപാട് അമ്പലങ്ങൾ, അതൊക്കെ ഒന്ന് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് റെക്കോർഡ് ചെയ്തിട്ടിരിക്കുകയാണ്. അതുപോലെ ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായിരുന്ന ഒരു ബിൽഡിംഗ് ആണെന്നാണ് പറയപ്പെടുന്നത്. ഒരുപാട് വർഷം പഴക്കമുണ്ട്. പക്ഷേ കട്ട ബസാർ എന്ന് പറയുന്ന മഞ്ചേശ്വരത്തേക്ക് പോകുന്ന വഴിയിലുള്ള ഈ ബിൽഡിങ് തകർച്ച പൂർണ്ണമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന ബിൽഡിങ്ങാണ്. അതുപോലെ തന്നെ ഇവിടെയുള്ള ആൽമരം അടങ്ങുന്ന ഒരു ആൽത്തറയുണ്ട് ഇവിടെ. കട്ട ബസാറിലേക്ക് എത്തുന്നതിന് മുൻപേ ബംഗ്ര മഞ്ചേശ്വരത്തുള്ളത് തന്നെയാണ്. പിന്നെ ഒട്ടനവധി ക്ഷേത്രങ്ങൾ, കുടുംബക്ഷേത്രങ്ങൾ തന്നെ ഇവിടെ ഇഷ്ടം പോലെ ക്ഷേത്രങ്ങൾ, കുടുംബക്ഷേത്രങ്ങളുള്ള സ്ഥലമാണ്. നമ്മൾ പറയാൻ പോകുന്ന സ്കൂളിൻ്റെ അടുത്തേക്കുള്ള പ്രധാനപ്പെട്ട 2 റോഡുകൾ ചേരുന്ന ഭാഗം കഴിഞ്ഞിട്ട് നമ്മൾ സ്കൂളിലേക്ക് കയറുന്ന റോഡാണിത്. റോഡ് വളരെ പൊട്ടിപ്പൊളിഞ്ഞ് ശോചനീയമായ അവസ്ഥ. ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന സ്ഥലം എന്നതിൽ കവിഞ്ഞ് ഇവിടെ മാറി മാറി വരുന്ന പഞ്ചായത്ത് അധികൃതർ ഇതൊന്നും കണ്ടില്ലാന്ന് വെക്കുന്നു. ഇവിടെയുള്ള ജനപ്രതിനിധികളൊന്നും ഇത് കണ്ടില്ലാന്ന് വെക്കുന്നു. ജനങ്ങൾ പരാതി പറഞ്ഞ് മടുത്തെന്നാണ് പറയപ്പെടുന്നത്. ഒരു റോഡിൻ്റെ അവസ്ഥയാണ് അത്. ലോകം മുഴുവൻ കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് യൂട്യൂബിനകത്ത് എടുക്കുന്നത്. ഒന്ന് കണ്ടു നോക്കൂ. ഈ റോഡ് ഇങ്ങനെ നേരെ ചെന്നിട്ട് വേണം സ്കൂളിൻ്റെ പിൻഭാഗത്തുള്ള ഗേറ്റിലേക്ക് എത്താൻ. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്ന സ്കൂളിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം, കയറി വരുന്ന ഈ പ്രധാന കവാടത്തിനരികിൽ തന്നെ വലുതാക്കി എഴുതി വച്ചിട്ടുണ്ട് ഈ സ്കൂളിൻ്റെ പേര്. അതെ, ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ബംഗ്ര മഞ്ചേശ്വരം എന്ന് പറയുന്ന സ്കൂളിനെ കുറിച്ചാണ് ഞാൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന ഭാഗങ്ങളിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ചില വിഷ്വൽസ്, ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന റോഡ് ഞാൻ പരിചയപ്പെടുത്തി. അതിൻ്റെ സൈഡുകളിൽ കാണുന്ന ചില മനസ്സിൽ തട്ടുന്ന ചില ദൃശ്യങ്ങളും ഞാൻ നിങ്ങൾക്ക് മുൻപിലെത്തിച്ചു. അപ്പോൾ ഞാൻ പ്രധാനമായിട്ടും റെക്കോർഡ് ചെയ്യാൻ വന്നിരുന്നത് ഈ ഒരു സ്കൂളിനെ കുറിച്ചാണ്. പക്ഷേ ഇങ്ങോട്ടുള്ള വരവിൽ ഞാൻ കണ്ടതൊക്കെ നിങ്ങളും കാണട്ടെ എന്നുള്ള ഒരു തിരിച്ചറിവ്, നിങ്ങളത് ആസ്വദിക്കട്ടെ എന്നുള്ള ഒരു ഇഷ്ടം എൻ്റെ മനസ്സിലുണ്ടായതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ ആ ഒരു ദൃശ്യങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കുറച്ച് വലുതായി പോകും, ക്ഷമിക്കണം. അതുപോലെ തന്നെ ഈ സ്കൂളിനകത്ത് കുട്ടികൾ കുറവാണ് എന്നുള്ളതൊക്കെ ഞാൻ 2-3 തവണ പറയുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ഈ നാട്ടുകാർ ഈ വീഡിയോ കാണുമ്പോൾ സ്വന്തം മക്കളെ, അതുപോലെ ഇവിടെ പഠിപ്പിക്കുന്ന ചില ടീച്ചർമാരുടെ മക്കളെയൊക്കെ ഈ സ്കൂളിലേക്ക് ചേർക്കണം. ചേർത്ത് ഈ സ്കൂളിൻ്റെ പേരും പെരുമയും വളർത്തണം. അതുപോലെ ഇതിനെ കുട്ടികളെ ഒരുപാടുള്ള സ്കൂളാക്കി മാറ്റി തീർക്കണം. ഇവിടെയുള്ളൊരു PD ടീച്ചർക്ക് ഈ കഴിഞ്ഞ വർഷം തന്നെ ഇവിടെ വിട്ട് വേറൊരു സ്കൂളിലേക്ക് പോകേണ്ടി വന്നു. ആ PD ടീച്ചറുടെ നിരന്തരമായ ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇവിടെയുള്ള ഈ ചെടികൾ, അതുപോലെ ഈ വലിയ പപ്പായ മരം, അതുപോലെ തന്നെ മറ്റുള്ള ഫലവൃക്ഷങ്ങൾ, അതുപോലെ തന്നെ ഈ ഒരു ചെടികളൊക്കെ ഇവിടെ നന്നായി അലങ്കരിച്ച് സൂക്ഷിച്ച് വളർത്തിയെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ സ്കൂള് ബോർഡറിനകത്തുള്ള സ്കൂളായതുകൊണ്ട് തന്നെ പലപ്പോഴും അപ്പോയിൻമെൻറ്റിൻ്റെ സ്കൂൾ എന്നാണ് അറിയപ്പെടാറുള്ളത്. അപ്പോയിൻമെൻറ്റ് കിട്ടും എല്ലാവർക്കും ഇവിടെ പരീക്ഷ എഴുതുമ്പോൾ. ഇവിടെ ആരും സ്ഥിരമായിട്ട് നിൽക്കാറില്ല, വേഗം പോകും എന്നുള്ളതാണ് ഈ സ്കൂളിൻ്റെ കഴിഞ്ഞകാല ചരിത്രങ്ങളിലൊക്കെ ഉള്ളത്, ടീച്ചർമാരുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ. ഇപ്പോൾ ഒരുപാട് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്, ഒരുപാട് ബിൽഡിംഗ് ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങളൊക്കെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയുള്ള കഴിഞ്ഞ PD ടീച്ചർ, അവർ രഞ്ജിനി എന്ന് പറയുന്ന ആ ടീച്ചറുടെ ശ്രമഫലം നമുക്ക് കാണാം. ഇതാ ഒരു ചെറിയ മീൻ വളർത്തുന്ന ഒരു ഭാഗങ്ങളൊക്കെ അവിടെ ടീച്ചർ സജ്ജീകരിച്ചിട്ടുണ്ട്. പക്ഷേ കുട്ടികൾ കുറവുള്ളതുകൊണ്ട് ആ ടീച്ചർക്ക് അൺഫോർച്ചുനേറ്റ്ലി ഇവിടുന്ന് പോകേണ്ടി വന്നു.
അപ്പോൾ ഒരുപാട് കഴിവും അതുപോലെ ക്രിയേറ്റിവിറ്റിയൊക്കെ ഒത്തിണങ്ങിയിട്ടുള്ള ടീച്ചർമാർ ഈ സ്കൂളുണ്ട്. പക്ഷേ ടീച്ചർമാരൊക്കെ പെട്ടെന്ന് കുട്ടികളില്ലാത്തത് കൊണ്ട് പിന്നെ ദൂര സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ അപ്പോയിൻമെൻ്റ് ആകുന്ന ടീച്ചർമാരെല്ലാം എല്ലാം തന്നെ അവർക്ക് അവരവരുടെ നാട്ടിലേക്ക് പോകേണ്ട ബുദ്ധിമുട്ട് കൊണ്ട് എല്ലാവരും ചിലപ്പോൾ ഇവിടെ വിട്ടു പോകുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ സ്കൂളിൻ്റെ പ്രധാനപ്പെട്ട കുറവ് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്. വലിയ ബിൽഡിങ് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും ഇവിടെ കുട്ടികളുടെ എണ്ണത്തിലുള്ള കുറവ് ഒരു പ്രധാന പ്രശ്നമാണ്. അതുപോലെ തന്നെ വരുന്ന ടീച്ചേഴ്സെല്ലാം പെട്ടെന്ന് ട്രാൻസ്ഫർ പോകുന്നൊരു പ്രശ്നം കൂടിയുണ്ട്. ഈ നാട്ടിൽ തന്നെയുള്ള ആരും TTC ഒക്കെ പഠിച്ചിട്ട് ഇവിടെ അപ്പോയിൻ്റ് ആയിട്ട് വരുന്നുമില്ല. അത് പ്രധാന ന്യൂനതയാണ്. അപ്പോൾ ഒരു ഗവൺമെൻറ് സ്കൂളിൻ്റെ ആ ഒരു പരിമിതിക്കുള്ളിലൊക്കെ നിന്നുകൊണ്ട് തന്നെ ഏറ്റവും പഴയ ബിൽഡിംഗ് ഇവിടെ ഉണ്ട്, പുതിയ ബിൽഡിംഗ് കണ്ടു, അതിൻ്റെ സൈഡിലൂടെ +2 ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ തലത്തിലുള്ള പുതിയ ബിൽഡിംഗ് സമുച്ചയം നിങ്ങൾ കണ്ടു. എല്ലാ തരത്തിലും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നല്ല കിച്ചൺ കണ്ടു. ഞാനിപ്പോൾ നേരത്തെ നോക്കിയപ്പോൾ അത് ഞാൻ വീഡിയോയ്ക്കകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ സിസ്റ്റം കണ്ടു, അത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഈ ഒരു സ്കൂളിൻ്റെ മുൻപോട്ടുള്ള പ്രയാണം സത്യത്തിൽ പുതിയ തലമുറയുടെ കയ്യിലാണ്. അതുകൊണ്ട് എല്ലാവരും ഈ സ്കൂളിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നുള്ളത് ഞാൻ പറയുകയാണ്. തുടർന്ന് നിങ്ങൾക്ക് ഇതിലുള്ള മറ്റുള്ള സ്കൂളിൻ്റെ ഭാഗങ്ങളിലൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് സജ്ജീകരിച്ചിരിക്കുന്നത്, അതിൻ്റെ സൗകര്യങ്ങൾ എങ്ങനെയാണ്, ബിൽഡിംഗ് ഫെസിലിറ്റീസ് എങ്ങനെയാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തുടർന്ന് കാണാൻ പറ്റും. 1980 കാലഘട്ടത്തിലാണ് നമ്മുടെ മഞ്ചേശ്വരം ഗവൺമെൻറ് കോളേജും അതുപോലെ ഞാൻ പറയാൻ വന്നിരിക്കുന്ന ബംഗ്ര മഞ്ചേശ്വരം ഹയർ സെക്കൻഡറി സ്കൂളും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ആ സ്കൂള് പണ്ട് നിന്നിരുന്ന ഭാഗം കാട് പിടിച്ച് കിടക്കുകയാണ്. ഈ ഭാഗം ഈ കാട് പിടിച്ചിരിക്കുന്ന ഈ ഒരു ഭാഗത്ത് ആണ് സ്കൂൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ബംഗ്ര മഞ്ചേശ്വരം ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത്. അത് പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട്, അതാ സ്കൂളിൻ്റെ ബിൽഡിങ്ങാണ് കാണുന്നത്, അങ്ങോട്ട് മാറ്റി സ്ഥാപിക്കുകയാണ് ഉണ്ടായത്. വളരെ ശാലീനസുന്ദരമായ ഒരു സ്കൂളിനകത്താണ് ഉള്ളത്. പുറമേയുള്ള കാഴ്ചകൾ പോലെ തന്നെ ഉൾവശവും വളരെ ശാലീനസുന്ദരമാണ്. ഈ ഒരു ബ്ലോക്ക് ഇതിൻ്റെ ഹൈസ്കൂൾ സെക്ഷനാണ്. നേരത്തെ നമ്മൾ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, ഇതേ വീഡിയോയിൽ. അതിൻ്റെ അടുത്ത് കിടക്കുന്ന ഈ ഒരു സെക്ഷൻ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ സെക്ഷനാണ്. ഈ ബിൽഡിങ്ങിൻ്റെയും പിറകു വശത്താണ് നമ്മളിപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂള് കേരള ഗവൺമെൻറ് ഇതിനായിട്ട് പണിഞ്ഞു കൊടുത്തിട്ടുള്ളത്. എല്ലാ സ്ട്രക്ചറിങ്ങും ഉണ്ടല്ലോ, എല്ലാ സൗകര്യം കുട്ടികൾക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും കുട്ടികൾ വളരെ കുറവ്. അതാണ് കാസർഗോഡ് ജില്ലയിലെ ഏകദേശം കർണാടക ബോർഡറിനകത്ത് കിടക്കുന്ന, ഏകദേശം കർണാടകയ്ക്ക് അടുത്ത് തന്നെ, ഇതിന് അടുത്തുള്ളത് ഇനി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കുഞ്ചത്തൂരാണ്. അപ്പോൾ അത്രയും അടുത്ത് കിടക്കുന്ന ഏരിയക്കകത്ത് സ്കൂളുകൾ ഒരുപാടുണ്ട്. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം കുട്ടികളെല്ലാം സ്പ്ലിറ്റ് ചെയ്ത് വേറെ സ്കൂളുകളിലേക്ക് പോകുന്നത്. ഇത് ഈ സ്കൂളിൻ്റെ ഉള്ളിൽ 1980 കാലഘട്ടത്തിൽ തുറന്നിരിക്കുന്ന സ്കൂളിനകത്തുള്ള ഏറ്റവും പഴക്കമേറിയ ബിൽഡിങ്ങാണ്. അത് അതുപോലെ നിലനിർത്തിയിട്ട് പൊളിച്ചിട്ടില്ല. എന്നാൽ ആ കാണുന്നതാണ് നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ബിൽഡിങ്ങിൻ്റെ വിധാനങ്ങളൊക്കെ. നേരത്തെ കണ്ട റോഡിന് ബദലായിട്ട് നമുക്ക് ഈ വഴിയിലൂടെ നമുക്ക് കയറി വരാൻ ഒരു ഇതുണ്ട്. ഈ വഴിക്കും കയറി വരാം. ഇത് പിറകിലൂടെയുള്ള വഴിയാണ് ഈ വഴി. അപ്പോൾ 1980കളിൽ തുടങ്ങിയിട്ടുള്ള സ്കൂളിൻ്റെ ഏറ്റവും പഴയ ഒരു ബിൽഡിംഗ് അതുപോലെ ഗവൺമെൻറ് നിലനിർത്തിയിട്ടുണ്ട്. അതാണ് ഈ കാണുന്ന ബിൽഡിംഗ്. ഇതിൻ്റെ അറ്റത്ത് ഏറ്റവും ലാസ്റ്റാണ് അവിടെ കാണുന്ന നമ്മുടെ സ്കൂളിൻ്റെ കിച്ചൺ ഉള്ളത്. ആയിരത്തി 1980കളിൽ സ്റ്റാർട്ട് ചെയ്ത സ്കൂളാണിത്. ഈ സ്കൂളിൻ്റെ പ്രധാന കവാടമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
അതുപോലെ ഈ സ്കൂളിൻ്റെ ഏറ്റവും വലിയ ന്യൂനത ഞാൻ നേരത്തെ പറഞ്ഞു, ഏറ്റവും നല്ല ബിൽഡിങ്ങുകളും അതുപോലെ എല്ലാ സൗകര്യങ്ങളും സ്കൂളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് കുട്ടികൾ വളരെ കുറവാണെന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു കാര്യം. നല്ല സ്കൂളിൽപ്പെട്ട കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും നല്ല ബിൽഡിങ്ങും അതുപോലെയുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിരിക്കുന്ന കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ സഹായങ്ങളും കിട്ടിയിട്ടുള്ള സ്കൂൾ. പക്ഷേ ഇതിൻ്റെ കുട്ടികളില്ലാത്തത് എപ്പോഴും വളരെ ഒരു ന്യൂനത തന്നെയാണ് ഇതിന്. ഇതിൻ്റെ ഫ്രണ്ട് ഗേറ്റാണ് നിങ്ങൾ കാണുന്നത്. ഈ സ്കൂളിൻ്റെ ഫ്രണ്ട് ഗേറ്റ് വളരെ പ്രശാന്ത സുന്ദരമായിട്ടുള്ള ഒരു ഗ്രാമീണ റോഡിൽ നിന്നാണ് ഈ സ്കൂളിൻ്റെ എൻട്രൻസ്. വളരെ മനോഹരമായ ഒരു നാടാണ്, ഒരു ഗ്രാമം എന്ന് തന്നെ പറയാം. ബംഗ്ര മഞ്ചേശ്വരം എന്ന് പറയുന്ന ഗ്രാമം ഹൊസങ്കാടിക്കടുത്ത് മഞ്ചേശ്വരമാണ് ഇതിനടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ. വളരെ സുന്ദരമായൊരു ഗ്രാമമാണ്. ഗ്രാമത്തിലാണ്, നിങ്ങൾക്കറിയാം, കണ്ടാൽ തന്നെ അറിയാമല്ലോ, വളരെ പച്ചപ്പ് നിറഞ്ഞിരിക്കുന്ന ഒരു റോഡ്. ആ റോഡിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ ഈ സ്കൂൾ വരുന്നത്. ഈ വഴിക്കും നമുക്ക് വരാം, അതുപോലെ തന്നെ ഈ ഒരു വഴിക്കും നമുക്ക് കയറി വരാം. ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഗേറ്റ്. ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ബംഗ്ര മഞ്ചേശ്വരം. ഹൊസങ്ങാടിക്കടുത്ത് മഞ്ചേശ്വരം എന്ന് പറയുന്ന ആ പഴയ പുരാതന കൾച്ചറൽ സിറ്റിക്ക് അടുത്ത് തന്നെയാണ് നമ്മുടെ ഈ ഒരു സ്കൂള്. 1980-കളിൽ കേരള ഗവൺമെൻറ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന സ്കൂളുള്ളത്. ആദ്യം ഒരു സ്വകാര്യ വ്യക്തി സ്റ്റാർട്ട് ചെയ്ത സ്കൂളായിരുന്നു ഇത്. അതിനുശേഷം കേരള ഗവൺമെൻറ് ഏറ്റെടുക്കുകയായിരുന്നു. അതിൽ നിന്ന് ഹൈസ്കൂൾ കൊണ്ടുവന്നു, ഹയർ സെക്കൻഡറി കൊണ്ടുവന്നു, എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തി. പക്ഷേ കുട്ടികൾ വളരെയേറെ കുറഞ്ഞ ഒരു സ്കൂളാണത്. സ്കൂളിൻ്റെ പ്രകവശത്തുള്ള വിശാലമായ ഗ്രൗണ്ടാണിത്. ഇത്രയും ശാന്തസുന്ദരമായ ഒരു സ്ഥലത്ത് തന്നെയാണ് ഈ സ്കൂൾ കിടക്കുന്നത്. ഒരുപാട് നല്ല സ്ഥലങ്ങളുള്ള ഒരു സ്കൂളാണ്. എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ട് എന്തുകൊണ്ട് കുട്ടികൾ ഉണ്ടാകുന്നില്ല എന്ന് ചോദിച്ചാൽ, ഈ പ്രദേശത്ത് ഒരുപാട് സ്കൂളുകളുള്ള ഒരു ഏരിയ ആണ് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഒരുപാട് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഈ സ്കൂളിനകത്ത്. പക്ഷേ കുട്ടികൾ കുറവായത് കാരണം കൊണ്ടാണ്, വേണ്ടത്ര രീതിയിൽ അധ്യാപകർ ഒരു ബോർഡറിലുള്ള സ്കൂളായതുകൊണ്ട് തന്നെ വരുന്നവരൊക്കെ പെട്ടെന്ന് ട്രാൻസ്ഫറായി പോകുന്നൊരവസ്ഥയും ഇവിടെയുണ്ട്. കേരളത്തിലെ നല്ല പഴക്കമുള്ള ഒരു സ്കൂളിൻ്റെ കൂട്ടത്തിൽ പെടുത്താവുന്ന ഒരു സ്കൂളാണിത്. എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും കുട്ടികൾ വളരെ കുറവാണ് ഈ സ്കൂളിനകത്ത്. അതാണ് ഈ സ്കൂൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു പോരായ്മ എന്ന് പറയുന്നത്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. കേരളത്തിലെ ഒരറ്റത്ത് കർണാടക സംസ്ഥാനത്തിനോട് തൊട്ട് കിടക്കുന്ന ഒരു സ്കൂൾ തന്നെയാണിത്. കുട്ടികളുടെ കുറവ് തന്നെയാണ് ഇവിടെയുള്ള ഈ ഒരു ഗവൺമെൻറ് സ്കൂളിനെ വലയ്ക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം.
വളരെ പുരാതനമായിട്ടുള്ള മഞ്ചേശ്വരത്തുള്ള ജൈന ക്ഷേത്രം ഈ സ്കൂളിന് തൊട്ടടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു സ്വകാര്യ വ്യക്തിയുടെ കയ്യിലാണ് ക്ഷേത്രം. കേരള ഗവൺമെൻറ്റിനോ അതുപോലെ തന്നെ കേരള ഗവൺമെൻറ്റിൻ്റെ പുരാവസ്തു വകുപ്പിനോ കേന്ദ്ര പുരാവസ്തു വകുപ്പിനോ വിട്ടുകൊടുത്തിട്ടില്ല ഈ ജൈന ക്ഷേത്രം. ഇതിൻ്റെ ഉടമസ്ഥന്മാർ കുറേ ആളുകൾ ക്ഷേത്രത്തിനെ വിട്ടുകൊണ്ട് കർണാടക നാട്ടിലേക്ക് കുടിയേറി. കുറച്ച് കുടുംബങ്ങളാണ് ഇതിനെ സംരക്ഷിക്കാൻ ഇപ്പോൾ കേരളത്തിലുള്ളത്. അവർ തന്നെ വെള്ളിയാഴ്ച ദിവസം മാത്രമാണ് ഇവിടെ പൂജ നടക്കുന്നത്. ബാക്കിയുള്ള ദിവസങ്ങളിലൊന്നും നടക്കുന്നില്ല. ശ്രദ്ധിച്ചു പോകണം. ഒരുപാട് ഏക്കർ സ്ഥലമുള്ള അമ്പലമാണ്. ഇതെൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ലത് കേന്ദ്ര പുരാവസ്തു വകുപ്പിന് ASIക്ക് വിട്ടു നൽകുകയാണ് നല്ലതെന്ന് എൻ്റെ ഒരു അഭിപ്രായം. ഇത്രയും കണ്ട് ഈ കാട് പിടിച്ച് കിടക്കുന്നതുകൊണ്ട് ഇത് വിട്ട് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഗോവയിലൊരു ജൈനക്ഷേത്രമുണ്ട്. 5 ദിക്കിലേക്കും 5 പ്രതിമകൾ നിൽക്കുന്ന രീതിയിലുള്ള ജൈന തീർത്ഥങ്കരൻ്റെ 5 അല്ല 4 ദിക്കിലേക്ക്, സോറി പറഞ്ഞത് തെറ്റുണ്ട്, 4 ദിക്കിലേക്കുള്ള മുഖത്തോട് കൂടിയിട്ടുള്ള ഇത്. ഒന്ന് ഗോവയിലും ഒന്ന് വേറെ ഇന്ത്യയിൽ വേറെ എവിടെയോ ഒരു സ്ഥലത്ത് 3 സ്ഥലത്തെങ്ങാണ്ടോ ഉള്ളതെന്ന് തോന്നുന്നു. അതിലൊന്ന് നമ്മുടെ ഈ കേരളത്തിൽ കിടക്കുന്ന ഈ ഒരു ക്ഷേത്രമാണ്. അപ്പോൾ അതിന് അടുത്ത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ സ്കൂൾ കിടക്കുന്നത്. ഈ സ്കൂള് നേരെ നമ്മൾ ഈ സ്കൂളിൻ്റെ അടുത്തുള്ള ഈ ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രം എന്നതിലുപരി ഒരു ആത്മീയ ക്ഷേത്രം എന്ന് തന്നെ പറയേണ്ടി വരും. എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് ആളുകളൊന്നും വിസിറ്റ് ചെയ്യാത്ത വളരെ കുറച്ച് തറവാട്ടംഗങ്ങൾ മാത്രം വിസിറ്റ് ചെയ്യുന്നൊരു ക്ഷേത്രം, അതാണ് ഈ ക്ഷേത്രം. ആളുകൾ വേസ്റ്റെല്ലാം കൊണ്ടുപോയിടാൻ വേണ്ടി മാത്രം ഇപ്പോൾ ഉപയോഗിക്കുക. കണ്ടില്ലേ, ചാക്കിലൊക്കെ കെട്ടിയിട്ട് ഓരോന്ന് കൊണ്ടുപോയിട്ടിട്ടുണ്ട് വേസ്റ്റ്. കണ്ടില്ലേ, എത്രയോ ഏക്കർ വിസ്തൃതിയുള്ള ജൈന ക്ഷേത്രമാണ്. ഇന്ത്യയിൽ തന്നെ ഇത്തരം സവിശേഷതയുള്ള 3 ക്ഷേത്രങ്ങളെ നിലവിലുള്ളൂ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു സ്കൂളിൻ്റെ ബാക്ക് വശത്തോട് കൂടിയുള്ള റോഡാണിത്. നമ്മൾ മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷനിലൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എത്തിപ്പെടുന്ന ബാക്ക് സൈഡിലുള്ള റോഡാണ് ആ കാണുന്ന റോഡ്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ആ മൂലയ്ക്കിൽ വന്നിട്ട് വണ്ടി ഇറങ്ങിയിട്ടാണ് പിന്നെ ഈ വഴിക്ക് വരേണ്ടത്. റോഡൊക്കെ വളരെ ശോചനീയ അവസ്ഥയിലാണ്. റോഡ് കണ്ടാൽ അറിയാം. ഇവിടെ നിന്ന് അങ്ങോട്ടെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് നാശോന്മുഖമായി കിടക്കുന്ന റോഡാണ്. അപ്പോൾ ഈ ഒരു പഞ്ചായത്തിലെ ഇവിടുത്തെ മെമ്പർ വർഷങ്ങളായിട്ട് ജനങ്ങൾ പരാതി പറഞ്ഞിട്ടും ഈ സ്കൂളിലേക്ക് വരുന്ന ഈ റോഡ്, ഒരുപാട് ജനങ്ങൾ തിങ്ങി പറക്കുന്ന ഈ റോഡ് നന്നാക്കി കൊടുത്തിട്ടില്ല. അപ്പോൾ ബാക്ക് വശത്തു കൂടെയുള്ള റോഡ് ഇങ്ങനെ വന്ന് നമ്മൾ ഈ വഴിക്ക് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാലും നമുക്ക് ഈ പറയുന്ന ബംഗ്ര മഞ്ചേശ്വരം സ്കൂളിൻ്റെ അടുത്തേക്കാണ് നമ്മൾ എത്തുക. ഒരു മഴക്കാലത്താണ് ഞാനിത് ഷൂട്ട് ചെയ്യുന്നത്. എന്നിരുന്നാൽ കൂടിയും ഈ ഒരു സ്കൂളിൻ്റെ സുഖസൗകര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മുടെയൊക്കെ നാട്ടിലുള്ള സ്കൂളിനേക്കാൾ കൂടുതൽ കളിക്കാൻ സ്ഥലമുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ബിൽഡിംഗ് ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. നല്ല കിച്ചൺ ഉണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തി കൊടുത്തിട്ടുണ്ടെങ്കിലും പഠിക്കാനുള്ള കുട്ടികൾ കുറവാണ്. അതാണ് ഈ സ്കൂളിൻ്റെ ഏറ്റവും വലിയ ഒരു പോരായ്മയായിട്ട് എടുത്ത് പറയാനുള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഈ വീഡിയോയിൽ. അപ്പോൾ ആ റോഡ് കാണുന്നുണ്ട്, അത് ഫ്രണ്ട് ഗേറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഇതിങ്ങനെ നമ്മളിപ്പോൾ നേരത്തെ വന്നു, റോഡിന് നടന്നു വന്നു, ഈ വഴിക്ക് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് ബാക്ക് സൈഡിലൂടെ കയറുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ +2 ക്ലാസ് മുറി വിഭാഗങ്ങളാണ് നമ്മൾ കാണുക. ഈ സൈഡിലൊരു കയറി വരുന്ന സൈഡിലൊരു പഴയ 1980 കാലഘട്ടത്തിലെ ബിൽഡിംഗ് ഉണ്ടായിരുന്നു. അത് ഈയിടെ പൊളിച്ചു കളഞ്ഞു. പിന്നെ നമ്മൾ കയറി വരുന്ന സമയത്ത് +2 സെക്ഷനാണ് കാണുന്നത്. ഇതിന് സെപ്പറേറ്റ് HM അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ് തല വിഭാഗങ്ങൾ വേറെ തന്നെയാണ്. ബംഗ്ര മഞ്ചേശ്വരം സ്കൂളിൻ്റെ കോമ്പൗണ്ടിലാണ് എന്നുള്ളൂ. അഡ്മിനിസ്ട്രേഷൻ സെക്ഷനെല്ലാം വേറെ തന്നെയാണ്. സ്പെഷ്യൽ HM ഇവിടെ ഉണ്ട്. അതുപോലെ നമ്മൾ ഈ വഴിക്ക് അങ്ങ് കയറി കഴിഞ്ഞാൽ നേരെ നമ്മുടെ പഴയ UP അതുപോലെ ഹൈസ്കൂൾ തല സെക്ഷനിലേക്ക് എത്തിപ്പെടുകയും ചെയ്യും. ഇതാണ് ഈ ഒരു സ്കൂളിൻ്റെ പ്രകൃതിരമണീയമായിട്ടുള്ള ഒരു സ്ഥലത്തുള്ള നിന്നുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ ഉള്ള വ്യൂ. എല്ലാ സ്ഥലത്തും പച്ച പിടിച്ചിട്ടുള്ള നല്ലൊരു വ്യൂ തന്നെയാണ്. പക്ഷേ ഈ സ്കൂളിനെ സംബന്ധിച്ച് കുട്ടികളൊക്കെ ഏകദേശം മറ്റുള്ള സ്കൂളിലേക്ക് പഠിക്കാൻ പോയൊരവസ്ഥ. ഇവിടെയുള്ള കുട്ടികൾ വളരെ കുറവാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ നാട്ടിൽ +2 സീറ്റ് കിട്ടാനില്ല. പക്ഷേ ഈ സ്കൂളിൽ +2 വരെ സീറ്റ് കാലിയായിട്ട് കിടക്കുന്നുണ്ട്. ഹൈസ്കൂൾ ക്ലാസ്സുകളിലൊക്കെ ഏകദേശം 19 കുട്ടികൾ 20 കുട്ടികളൊക്കെ ഉള്ളൂ. ഹൈസ്കൂൾ ക്ലാസ്സുകളിലെ 8ാം ക്ലാസ്സിലൊക്കെ 9ാം ക്ലാസ്സിലും അതൊക്കെ തന്നെയാണ് സ്ഥിതി. അപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ പഠിക്കാൻ സൗകര്യങ്ങൾ ഒരുപാട് ഒരുക്കി കൊടുത്തിട്ടും കാസർഗോഡ് ജില്ലയിൽ മറ്റുള്ള ജില്ലകളെ പോലെയല്ല, കാസർഗോഡ് ജില്ലയിൽ വളരെ ഇപ്പോഴും കുട്ടികളൊക്കെ ഹൈസ്കൂൾ കാലഘട്ടം കഴിഞ്ഞ് ഉന്നത വിദ്യാഭ്യാസത്തിനൊന്നും പോകാതെ പഴയ 1985-90 കാലഘട്ടങ്ങളിൽ പോലെ തന്നെ ബിസിനസ്സിലേക്ക് ഇറങ്ങി പോവുക, ബിസിനസ് ചെയ്ത് ജീവിതം നിലനിർത്തുക, അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്കാണ് ഉള്ളത്. അപ്പോൾ
ഈ ഒരു സ്കൂളിൻ്റെ മനോഹരമായിട്ടുള്ള വീഡിയോസ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ അറിയാത്ത സ്കൂളുകൾ എല്ലാം ഞാനിങ്ങനെ യാത്ര പോകുന്നതിനിടയ്ക്ക് ഇത്തരം നല്ല വ്യൂസുള്ള സ്കൂൾ കണ്ടാൽ ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ എപ്പോഴും നമ്മുടെ ഈ ഒരു പിന്നെ യൂട്യൂബിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ കമൻറ്റുകൾ നിങ്ങൾ പിന്നെ എഴുതുമല്ലോ കമൻറ്റ് ബോക്സിൽ. അതുപോലെ നിങ്ങൾ ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഈ ചാനലിനെ കുറിച്ചിട്ട്. അങ്ങനെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും പുതിയ വീഡിയോസ്, എന്തെങ്കിലും ഒരു സബ്ജക്റ്റിനെ കുറിച്ച് താല്പര്യമുണ്ടെങ്കിൽ അത് വ്യക്തമാക്കി പറഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള വീഡിയോസ് ഇടാനും ഞാൻ ശ്രമിക്കാം. അപ്പോൾ ഓക്കെ, ബൈ.